പെട്ടെന്ന് മുഖം നിറം വെക്കണം. നമുക്ക് നല്ല രീതിയിൽ ഫേസിന് നിറം വെക്കാനായിട്ടുണ്ടല്ലോ, കടലമാവില്ലേ, കടലമാവ് ഇതുപോലെ നിങ്ങൾ ഫേസിൽ ഒരു കുളിക്കുന്നതിന് ഒരു 20-25 മിനിറ്റ് നേരം മുൻപ് ഒന്ന് തേച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ കഴുകി നോക്കിക്കേ പച്ചവെള്ളത്തിൽ. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് വെളുക്കുകയും ചെയ്യും. ഈ കരിവാളപ്പും ടാനൊക്കെ മാറും. നല്ല രീതിയിൽ നമുക്ക് കളർ വയ്ക്കാൻ നല്ലതാണ്. അപ്പം നിങ്ങൾ ഗേൾസ് മാത്രമല്ല ബോയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിള്ളേർക്ക് ഈ വെയിലത്തോടൊക്കെ നടന്ന് മുഖത്തൊക്കെ നല്ല കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്കും തേച്ച് കൊടുത്തു നോക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ കടലമാവ് എടുക്കുക. അപ്പോൾ ഈ കടലമാവ് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പലചരക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കടലമാവ് വെളിയിൽ തരണ്ടി പൂത്തു. ഫ്രിഡ്ജില്ലാത്തവർ വെളിയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, വെയിലത്ത് വെച്ചിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ അടപ്പത്തോട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിയാൽ മതി കേട്ടോ ഫ്രിഡ്ജില്ലാത്തവർ. എന്നിട്ട് നമുക്കിതുപോലെ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ കടലമാവും പാലും മിക്സ് ചെയ്ത് ഫേസിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിറം വെക്കാൻ നല്ലതാണ്. ഇതിങ്ങനെ തന്നെ വെറുതെ തേക്കാം, പാലും കടലമാവും മാത്രമായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുമ്പോൾ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഗ്ലിസറിൻ ചേർക്കണ്ട, നമുക്കൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ ചേർത്താൽ മതി. കാരണം കുട്ടികളുടെ സ്കിൻ അറിയാം, നല്ല സോഫ്റ്റ് സ്കിന്നായിരിക്കും. നമ്മുടെ പ്രായം ചെല്ലുന്നതിനനുസരിച്ചിട്ട് പലരുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ചുളിവുകളൊക്കെ വീഴാതിരിക്കാനൊക്കെ ആയിട്ടും സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഗ്ലിസറിൻ 2 തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഗ്ലിസറിൻ ചേർക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കോഫി പൗഡർ ഉണ്ടെങ്കിൽ നല്ലതാണ്. സ്കിൻ വൈറ്റ് ആവാനായിട്ട് നല്ലതാണ്. ടാൻ റിമൂവ് ആവാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ വീട്ടിലിരിക്കുന്നവർ കോഫി പൗഡർ ചേർത്ത് കൊടുത്താൽ, അതില്ലാത്തവർ കോഫി പൗഡർ സ്കിപ്പ് ചെയ്തു കേട്ടോ. നമുക്കിതിനകത്തേക്ക് പിന്നെ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഫേസിൽ ടാനൊക്കെ റിമൂവ് ആവാനായിട്ട് വളരെ നല്ലതാണ്, എളുപ്പം റിമൂവ് ആവാനായിട്ട് നല്ലതാണ് മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടിയൊക്കെ നല്ല ഓഫർ പ്രൈസിൽ ഞാൻ യൂട്യൂബിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കട്ട പോലത്തേക്കാണെങ്കിൽ 1/2 കിലോയുടെ 1 കിലോയുടെ ഒക്കെ അതിനകത്തുണ്ട്. അപ്പം കട്ട പോലത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ലിങ്ക് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. 1 കിലോയുടെയും 1/2 കിലോയുടെ ഒക്കെ ഉള്ളത് 100 രൂപ വില. അപ്പം 20 ഗ്രാമിനൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് 30 രൂപ കൊടുത്താൽ, അപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ലിങ്ക് ഇട്ടുതരാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് മുൾട്ടാണി മിട്ടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് 1 സ്പൂണോളം അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പാല് ചേർത്തെങ്കിലും ഒരു ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി ഇതുപോലെ ആക്കി കൊടുക്കണേ. ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യണം ഈ പാക്കെന്നുണ്ടെങ്കിൽ. എന്നും ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, ഉണ്ടാക്കിയെടുക്കൽ പാടാണെങ്കിൽ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. 1 ആഴ്ച 2 ആഴ്ച ഫേസ് പാക്ക് ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വൈറ്റമിൻ ക്യാപ്സൂൾ മിക്സ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഫുൾ തന്നെ എൻ്റെ മുഖത്ത് പൂട്ടിയിട്ട് തീർത്തു. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ക്യാപ്സൂൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടാ. വൈറ്റമിൻ ക്യാപ്സൂളും മുൾട്ടാണി മിട്ടിയും വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓഫർ പ്രൈസിൽ ഇട്ടുതരാം കേട്ടോ. 50 വൈറ്റമിൻ ക്യാപ്സൂൾ. മുൾട്ടാണി മിട്ടി കട്ടയും പൊടിയുണ്ട്. അപ്പം കട്ടയുള്ളവരാണ് വാങ്ങുന്നതെങ്കിൽ, കട്ടയുള്ളത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ പൊടിച്ചെടുക്കണേ. മിക്സിയിൽ ജസ്റ്റ് ചതച്ച് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് നേരം കഴിയുമ്പം പച്ചവെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മതി. നമ്മൾ കടലമാവ് മിക്സ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ സോപ്പിടേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലെ നന്നായിട്ട് ഒരു 20 മിനിറ്റ് നേരം കഴുകി കളയുമ്പം നമ്മൾ ഗ്ലിസറിനൊക്കെ ചേർത്ത് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. പെട്ടെന്ന് ടാൻ റിമൂവ് ആകാനായിട്ട് നല്ലതാണ്, സ്കിന്നിന് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നല്ല പാക്കല്ലേ, നാച്ചുറലാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. കുട്ടികൾക്ക് തേക്കുമ്പോൾ വൈറ്റമിൻ ക്യാപ്സൂളും ഗ്ലിസറിനും ഒഴിവാക്കി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ തേച്ചോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സും നാച്ചുറലായിട്ടുള്ള എൻ്റെ ബ്യൂട്ടി ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ആരിലൊക്കെ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.